വില വർധനവ് സംബന്ധിച്ച് ആളുകൾ ഈ വിവരം വാർത്ത അറിഞ്ഞു വരുന്നതേയുള്ളൂ. ഒരുപക്ഷെ ജോലിക്കൊക്കെ പോകുമ്പോൾ രാവിലെ പെട്രോൾ നിറയ്ക്കാനായി പമ്പിലെത്തുമ്പോഴായിരിക്കും ഇന്നും വില വർദ്ധിച്ചിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ കഴിയുന്നത്. നമുക്ക് നോക്കാം ഈ ഇന്ധന വില വർധനവിൽ എന്താണ് ജനങ്ങളുടെ പ്രതികരണം, ഉപഭോക്താക്കളുടെ പ്രതികരണം എന്ന് നോക്കാം. കോഴിക്കോട് നിന്ന് പെട്രോൾ പമ്പിൽ നിന്ന് നന്ദഗോപാൽ ചേരുന്നുണ്ട്. വീണ്ടും ഇരുട്ടടിയായി പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇതോടെ സാധാരണക്കാർ വലിയ പ്രതിസന്ധിയിലേക്കാണ് പോയിരിക്കുന്നത്. 10 ദിവസത്തിനിടെയാണ് വീണ്ടും രാജ്യത്ത് വില വർധനവ് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ പെട്രോളിന് 86 പൈസയും ഡീസലിന് 83 പൈസയുമാണ് കൂട്ടിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് നഗരത്തിലുള്ള പെട്രോൾ പമ്പിലാണ്. ഇവിടെയുള്ള സാധാരണക്കാരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. എന്ത് സ്ഥിരം ഇതിപ്പോൾ ഒരു ശീലമായി പോയല്ലോ. എല്ലാത്തിനും ഇപ്പോൾ ഗ്യാസിന് വില കൂടുക എന്ന് പറഞ്ഞിട്ട് ഇതിന് വില കൂടുകയാണ്. വളരെ ബുദ്ധിമുട്ടാണ്. സാധാരണക്കാർക്ക് വലിയ പ്രശ്നമാണ്. സാധാരണക്കാർക്കാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഇനിയിപ്പോൾ 15-ാം തീയതി മുതൽ സ്ത്രീകൾക്കാണെങ്കിൽ KSRTC ഫ്രീ ആന്ന് പറയുന്നുണ്ട്. നമുക്ക് ബുദ്ധിമുട്ട് തന്നെ, ഭയങ്കര ശരിയാണ്. ബുദ്ധിമുട്ട് തന്നെയാണ്. ബുദ്ധിമുട്ട് തന്നെ. അവസ്ഥ എന്താ ഇപ്പം ആ അവസ്ഥക്കെല്ലാം അങ്ങനെ ജീവിച്ചു പോകും, അത്രയല്ലോ. എന്നെ ബുദ്ധിമുട്ടാണ് ഒരിക്കൽ ചോദിക്കാനുണ്ടോ? സാധാരണക്കാരെ പാവം പിടിച്ചാൽ പൈസ ഉള്ളവർക്ക് എന്ത് ബുദ്ധിമുട്ട്? നമ്മളെ പോലത്തെ പാവങ്ങക്കാരെ ബുദ്ധിമുട്ടുള്ളൂ. പണക്കാർക്ക് എന്ത് ബുദ്ധിമുട്ടുള്ളവർക്ക് എന്താ പ്രശ്നമുണ്ട്? ഒരു അറിയാനില്ല, അന്വേഷിക്കുകയില്ല. ഒരു നമുക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്. ഇന്ന് രാവിലെ വീണ്ടും പെട്രോളിനും ഡീസലിനും വില കൂട്ടി. അറിഞ്ഞോ? ഒന്നും കൂട്ടിയോ? എന്താണ് ഇത് ഇങ്ങനെയായിണ്ട് നമ്മളെ സ്ഥിതി? ഒന്നും കൊണ്ടുപോകാനുണ്ടാവില്ല വീട്ടിലേക്ക്. 100 ഉറുപ്പ്യൻ്റെ ഇപ്പം പറഞ്ഞിട്ട് 500 ഉറുപ്പ്യൻ്റെ ഓട്ടമില്ല. ഈ കറണ്ടിൻ്റെ വണ്ടിയൊക്കെ വന്നതിനെ കൊണ്ട് നമ്മളെ കാര്യം പറ്റ കട. പിന്നെ എങ്ങനെ തൊഴിൽ ചെയ്താച്ച് പോവുക രാവിലെ തൊട്ട്, അതൊരു ഇതുള്ളൂ. എന്താ ചെയ്യുക, എല്ലാത്തിനും ഇപ്പം വില കൂടും, അതാണ് ബുദ്ധിമുട്ടാണ്. വില കൂട്ടിയാൽ ഇപ്പം എന്താ അവസ്ഥ നിങ്ങൾക്ക് അറിയാനുള്ള തന്നെയല്ലേ. സാധാരണക്കാരല്ലേ, സാധാരണക്കാർക്ക് ബുദ്ധിമുട്ട് തന്നെയല്ലേ, ഉപകാരമല്ലല്ലോ, ഉപദ്രവം തന്നെയാണത്. ബുദ്ധിമുട്ടാണ്. ഇപ്പം പണീൻ്റെ കാര്യം ഒക്കെ ഒരു ബുദ്ധിമുട്ടിലാണ്. അയ്യോ, സാധാരണക്കാരൻ എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുക? ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഭയങ്കര കൂടുതലല്ലേ വരുന്നത്. ഇതിനെന്താ ഒരു പരിഹാരം നമുക്ക് കാണാൻ പറ്റുക? വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവം കൂടിയാണ് പലർക്കും എന്നുള്ളതാണ് അവരുടെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്. മുന്നോട്ട് പോകുന്നത് വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഈ സാധാരണക്കാരായ ആളുകൾ വ്യക്തമാക്കുന്നത്. ക്യാമറ പേഴ്സൺ ജിജീഷ് കേസിക്കൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, കോഴിക്കോട്. എന്തായാലും ആ ചിലർ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യാനല്ലേ, വില ഇങ്ങനെ കൂടുമ്പോൾ നമുക്ക് അങ്ങനെ നോക്കി നിൽക്കാം എന്നല്ലാതെ വേറെ എന്ത് ചെയ്യാൻ കഴിയും? രാവിലെ പെട്രോൾ പമ്പിൽ എത്തുന്നു, ഇപ്പോൾ 1 രൂപ കൂടി 2 രൂപ കൂടി എന്ന് പറയുമ്പോൾ പെട്രോൾ അടിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച്. എന്തായാലും ഈ പ്രതിസന്ധി അധികം മുന്നോട്ട് പോകില്ല, ഒരു പരിഹാരം കാണാൻ കഴിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ പശ്ചിമേഷ്യൻ സംഘർഷമൊക്കെ ഒരു അയവ് വരും ദിവസങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം.